ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു ദ ഇലക്ഷൻ ചാനൽ. കേരളത്തിൽ കോൺഗ്രസ് നേടിയ ഉജ്ജ്വല വിജയം ഇപ്പോൾ അധികാരത്തിന്റെ സങ്കീർണ ഗണിതത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് 8 ദിവസം കഴിഞ്ഞിട്ടും ഉത്തരമില്ല. വിജയാഘോഷവും ഭരണവും നടക്കേണ്ട സമയത്താണ് കോൺഗ്രസ് ഇപ്പോൾ ആന്തരിക അധികാര പോരാട്ടത്തിന്റെ പ്രതിരോധത്തിൽ നിൽക്കുന്നത്. ഡൽഹിയിൽ ചർച്ചകൾ തുടരുന്നു. മുൻ KPCC അധ്യക്ഷന്മാർ, മുതിർന്ന നേതാക്കൾ, വർക്കിംഗ് പ്രസിഡന്റ്മാർ, അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം രാഹുൽ ഗാന്ധി നേരിട്ട് കേട്ടു. പക്ഷേ ഇപ്പോഴും തീരുമാനമില്ല. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിനെ മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട്. കേരളത്തിലും ആ അധികാര തകർച്ചയുടെ വഴിയിലേക്ക് നീങ്ങുകയാണോ? ആ തർക്കങ്ങളുടെ ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണോ? കേരളവും അതേ രാഷ്ട്രീയ കഥയുടെ പുതിയ അധ്യായം ആവുകയാണോ? അതോ അവസാന നിമിഷത്തിൽ ഹൈക്കമാൻഡ് പ്രതിസന്ധികളെ മറികടക്കുമോ? എല്ലാവരുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് തീരുമാനം പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രീയ പക്വത കോൺഗ്രസിനുണ്ടോ എന്ന ചോദ്യത്തിനുള്ള വലിയ ഉത്തരം കൂടിയാണ് കേരളം കാത്തിരിക്കുന്നത്. വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. സംസ്ഥാനത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം സംസ്ഥാനത്ത് എല്ലായിടത്തും പ്രതിഫലിക്കുകയാണ്. കോൺഗ്രസിനകത്ത് ഈ പ്രശ്നങ്ങൾ കണ്ട് രസിക്കുകയാണ് പ്രതിപക്ഷ ചേരി. ഏതായാലും മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിനും കാത്തിരിപ്പിനുമൊക്കെ ഇന്നത്തോടുകൂടി അവസാനം ഉണ്ടാകുമെന്നാണ് വിവരം. നാളെ ആ പ്രഖ്യാപനം, ആ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നു. ഡൽഹിയിൽ മുൻ KPCC അധ്യക്ഷന്മാരും മുതിർന്ന നേതാക്കളും വർക്കിംഗ് പ്രസിഡന്റുമാരും അടക്കമുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. രാഹുൽ ഗാന്ധി അവരുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്ത് എന്ന് ചോദിച്ച് അറിയുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരേപോലെ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. അധികാരത്തിൽ തിരിച്ചെത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന തർക്കം ഒരു തീരുമാനമാകാതെ മുന്നോട്ട് പോകുമ്പോൾ, അന്തിമ തീരുമാനമാകാതെ ആ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ വമ്പൻ വിജയത്തിന് മങ്ങലേറ്റോ എന്ന സംശയം ഉയരുകയാണ്. KPCC അധ്യക്ഷൻ തന്നെ തുറന്നു പറയുകയാണ് ഇത് മങ്ങലേറ്റു എന്ന്. വെളുത്ത പുക ഉടനെ ഉയരുമെന്ന് പ്രതീക്ഷ സണ്ണി ജോസഫ് പങ്കുവയ്ക്കുമ്പോഴും ഈ വിജയത്തിൻ്റെ തിളക്കം അതിന് മങ്ങലേറ്റു എന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കുകയാണ്. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ഇതുവരെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയും ആരെയും നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് സൂചന. അതേസമയം MLA-മാരുടെ എണ്ണം അവഗണിക്കരുത് എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചയുടെ ഭാഗമായി രാഹുൽ ഗാന്ധി അഭിപ്രായങ്ങൾ ആരായുമ്പോൾ പലരും പറഞ്ഞത് KC വേണുഗോപാലിൻ്റെ പേര് തന്നെയാണ് എന്ന് ആണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നെഹ്റു കുടുംബത്തോടുള്ള അടുപ്പവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പലരോടും അഭിപ്രായങ്ങൾ ചോദിച്ചത്. അപ്പോൾ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഓരോരുത്തരെയും വിളിച്ചിരുത്തി ഒറ്റയ്ക്ക് സംസാരിക്കുകയും അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുകയും ചെയ്യുന്നു. സോണിയാഗാന്ധി ഈ വിഷയത്തിൽ തീരുമാനം എടുക്കണം എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ ഒരു നിലപാട്. കാരണം KC വേണുഗോപാലുമായി ഖർഗയ്ക്കും അതുപോലെ രാഹുൽ ഗാന്ധിക്കും വ്യക്തിപരമായ ബന്ധമുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ സോണിയാഗാന്ധിയുടെ തീരുമാനത്തിന്, അന്തിമമായ തീരുമാനത്തിന് കൂടുതൽ വിലയുണ്ടാകും എന്ന് എല്ലാവരും കരുതുന്നു. 8 ദിവസമായിട്ടും തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൽ ഘടകകക്ഷികളിൽ വലിയ തോതിലുള്ള പ്രതിഷേധം പുകയുകയാണ്. അവസാന വട്ട ചർച്ചകളിലും KC വേണുഗോപാലിന് തന്നെയാണ് മുൻതൂക്കം എന്ന വിവരങ്ങൾ വരുമ്പോഴും അത് പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസരത്തിൽ കോൺഗ്രസ് നിൽക്കുന്നു. ജനപ്രതിനിധികളുടെ പിന്തുണ എന്ന ആ ഒരു സഖ്യം അത് മറികടന്ന് മറ്റ് ഘടകങ്ങൾ ഒന്നും തന്നെ സമീപകാലത്ത് ഹൈക്കമാൻഡ് പരിശോധിച്ചിട്ടില്ല. അപ്പോൾ ജനപ്രതിനിധികൾ ആരെ പിന്തുണയ്ക്കുന്നു എന്ന ആ ഒരു സംഖ്യ തന്നെയാണ് ഹൈക്കമാൻഡ് ഒരു പ്രധാന ഘടകമായി എപ്പോഴും എടുത്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ അടുത്ത കാലത്ത് അങ്ങനെ പോയിട്ടില്ല എന്നത് ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ തീരുമാനം നാളെ ഉണ്ടായേക്കും എന്നാണ് സൂചന. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി കോൺഗ്രസിന് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും നിന്നും കോൺഗ്രസ് ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. 2018-ൽ സമാനമായ പ്രശ്നം രാജസ്ഥാനിൽ ഉണ്ടായിരുന്നു. 2018-ൽ ആരംഭിച്ച് അത് 2020 വരെ തുടർന്നു. 2018-ലെ നിയമസഭാ വിജയത്തിനു ശേഷം അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള ഒരു പോരാട്ടം രാജസ്ഥാൻ കണ്ടതാണ്. 2020-ൽ പൈലറ്റ് നേതൃത്വത്തിനെതിരെ തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടെ പ്രതിസന്ധി അതിരൂക്ഷമായി. കർണാടകയിൽ നമുക്കറിയാം 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വലിയ തർക്കമുണ്ടായി.
അത് സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിലുള്ള ഒരു അഭിപ്രായ തർക്കമായിരുന്നു. അത് വലിയ അധികാര തർക്കമായി വന്നു. ഛത്തീസ്ഗഡിൽ നമുക്കറിയാം സമാനമായി 2018 മുതൽ 2023 വരെ ഭൂപേഷ് ബാഗേലും TS സിംഗും ദിയോയും തമ്മിലുള്ള തർക്കം. അവിടെ റൊട്ടേഷൻ വ്യവസ്ഥയിൽ മുഖ്യമന്ത്രി ഫോർമുല വെച്ചു. അതിനെ ചൊല്ലിയുള്ള തർക്കം വന്നു. അത് ആ ഭരണകാലത്ത് അത് ആവർത്തിച്ചുള്ള ഒരു തർക്ക വിഷയമായി തുടരുകയും ചെയ്തു. പഞ്ചാബിലും 2021 ക്യാപ്റ്റൻ അമരേന്ദർ സിംഗും നവജോത് സിംഗ് സിദ്ധുവും തമ്മിലുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു. 2022 തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് സർക്കാരിനെ അത് അസ്ഥിരപ്പെടുത്തി. മധ്യപ്രദേശിൽ 2018 ഇതേ സാഹചര്യം ഉണ്ടായി. അവിടെ 2020 നമുക്കത് കാണാൻ കഴിഞ്ഞു. കമൽനാഥും ജ്യോതിരാജ് സിന്ധ്യയും ദിഗ്വിജയ് സിംഗും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു നേതൃത്വം ഇതുപോലെ പരസ്പരം പോരടിച്ചു. ഒടുവിൽ സിന്ധ്യയുടെ ആ പാർട്ടിയുടെയൊക്കെ നമ്മൾ കണ്ടു. 2020 കോൺഗ്രസ് സർക്കാരിൻ്റെ പതനത്തിന് കാരണമായ ഒരു സാഹചര്യം അത് ഓർക്കേണ്ടതാണ്. ഉത്തരാഖണ്ഡിൽ 2012 ഇതേപോലെ പോരാട്ടം നടന്നു. സർക്കാരിൻ്റെ നിയന്ത്രണത്തെ ചൊല്ലി ഹരീഷ് റാവത്തും വിജയ് ബഹുഗുണയും തമ്മിൽ അവിടെ ഏറ്റുമുട്ടി. പക്ഷേ അത് ആ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി. ആന്ധ്രാപ്രദേശിൽ ഇത് ആദ്യം തുടങ്ങി 2009 YS രാജശേഖർ റെഡ്ഡിയുടെ മരണശേഷം ഉണ്ടായ പിന്തുടർച്ച അവകാശമാണ് കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയത്. അപ്പോൾ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നത് കോൺഗ്രസിന് മുന്നിൽ ഒരു കീറാമുട്ടിയായി പല ഘട്ടങ്ങളിലും നിന്നിട്ടുണ്ട്. അത് ഇപ്പോഴും കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് പണ്ടത്തെ പോലെയല്ല. ഇപ്പോഴത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന സംശയവും ആളുകൾ പങ്കുവയ്ക്കുകയാണ്. ഏതായാലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ നേതൃയോഗം ചേരുകയാണ് മുസ്ലിം ലീഗ്. നാളെ രാവിലെയാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾ നീളുന്നതിൽ ലീഗ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി പുകഞ്ഞതോടുകൂടി ലീഗ് നേതൃത്വം എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. പാണക്കാട് വെച്ചാണ് യോഗം ചേരുന്നത്. ദേശീയ ജനറൽ സെക്രട്ടറി, സംസ്ഥാന അധ്യക്ഷൻ എന്നിവരൊക്കെ ഉൾപ്പെടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളൊക്കെ യോഗത്തിൽ പങ്കെടുക്കും. കോൺഗ്രസിൻ്റെ തീരുമാനം ഒരുപക്ഷെ ഉണ്ടായാൽ അത് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് ലീഗിൻ്റെ മുന്നിൽ ഒരു വലിയ വിഷയമാണ്. വീണ്ടും കോൺഗ്രസ് നേതൃത്വം ഒരു അഭിപ്രായം ആരാഞ്ഞാൽ അപ്പോഴെന്ത് പറയണം എന്നതിനെക്കുറിച്ച് ലീഗിന് തയ്യാറെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതുണ്ട്. ഇനി ലീഗിന് താല്പര്യമില്ലാത്ത രീതിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ഒരു അഭിപ്രായം വന്നാൽ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ലീഗ് മുന്നോട്ട് വെക്കേണ്ടതുണ്ടോ എന്നതൊക്കെ നാളത്തെ ചർച്ചയിൽ പ്രതിഫലിക്കും എന്ന കാര്യം ഉറപ്പാണ്. ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അതുപോലെ ഒക്കെയുള്ള ആളുകൾ നേരത്തെ തന്നെ പരസ്യ വിമർശനവുമായി രംഗത്ത് എത്തിയിരുന്നു. അബ്ദുൾ റഹീമിനെ പോലെയുള്ള ആളുകൾ, അബ്ദുൾ ഹമീദിനെ പോലെയുള്ള ആളുകൾ അവിടെ നിന്ന് ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നത്, ഒരു തർക്ക വിഷയമാകുന്നത് ഒക്കെ ഈ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തിളക്കത്തെ ബാധിക്കുന്ന തരത്തിലൊക്കെ വരുന്നു, അതെല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്നു എന്നത് എല്ലാവരെയും നിരാശപ്പെടുത്തുന്നു, അണികളെ നിരാശപ്പെടുത്തുന്നു എന്ന ഒരു നിലപാടാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ കേരള രാഷ്ട്രീയം വലിയ ഒരു നിർണായക സന്നിഗ്ധ ഘട്ടത്തിലാണ്. വലിയ വിജയം നേടിയ UDFന് മികച്ച ഒരു സർക്കാരിനെ ഈ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് അവർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. അതൊക്കെ നടപ്പിലാക്കേണ്ടതുണ്ട്. പക്ഷേ അതിനൊരു മുഖ്യമന്ത്രി എവിടെ എന്ന ചോദ്യം കോൺഗ്രസിനെ എല്ലാ കാലത്തെയും പോലെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്നു എന്നതാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്ന ഒരു ചിത്രം. അതേസമയം ഈ ഭൂരിപക്ഷം ഒന്നുമില്ലാത്ത തമിഴ്നാട്ടിൽ അവിടെ വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞു. ഇനി അവിടെ ഭൂരിപക്ഷം തെളിയിക്കേണ്ട ഒരു സാഹചര്യമാണ് നാളെ വരാൻ പോകുന്നത്. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ സമയം നാളെ അവസാനിക്കുകയാണ്. 1967 ശേഷമാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒരു തൂക്കുമന്ത്രിസഭ വരുന്നത്. ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് 1967 ശേഷമാണ്. ഏതായാലും ഇത്തവണ 118 സീറ്റ് ആണ് അവിടുത്തെ കേവല ഭൂരിപക്ഷം. അത് നേടാൻ വിജയ്ക്കായില്ല. ആകെ 108 സീറ്റുകളിൽ മാത്രമാണ് വിജയ്ക്ക് നേടാൻ കഴിഞ്ഞത്. പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നു. അതോടുകൂടി അതിൽ 2 സീറ്റുകൾ വിജയുടേതാണ്, അതിലൊന്ന് ഉപേക്ഷിക്കണം. ഭൂരിപക്ഷം അവകാശപ്പെടാൻ ഫലത്തിൽ അങ്ങനെ 11 സീറ്റുകളുടെ കുറവുണ്ടായി. 5 MLA-മാരുടെ പിന്തുണ കോൺഗ്രസിൽ നിന്ന് ലഭിച്ചു. അതിന് ശേഷമാണ് മറ്റുള്ള ചെറിയ പാർട്ടികളിൽ നിന്നുള്ള പിന്തുണ നേടി വിജയ് അവിടെ എത്തുന്നത്. അപ്പോൾ ചെറിയ പാർട്ടികൾ തമിഴ്നാട്ടിൽ കിങ് മേക്കറായി മാറുന്ന ഒരു സാഹചര്യം അവരെ വിജയ്ക്ക് പിന്തുണ നൽകുന്നു. 120 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമ്പോൾ വിജയ്ക്ക് ആ കേവല ഭൂരിപക്ഷം എന്ന ഒരു സാഹചര്യം മറികടന്ന് അവിടെ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അവിടെ CPI-യും CPM-ഉം VCK-യും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമൊക്കെ വിജയെ പിന്തുണയ്ക്കുന്നു. അപ്പം നാളെ വിജയ്ക്ക് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭയിൽ
ഫ്ലോർ ടെസ്റ്റിനെ നേരിടേണ്ട ഒരു സാഹചര്യമാണ്. ആ ഫ്ലോർ ടെസ്റ്റിൽ വിജയിക്കാൻ കഴിയും എന്നാണ് ഒരു നിലപാട്. ഏതായാലും ഈ സൂപ്പർ സ്റ്റാർ വിജയ് അധികാരത്തിൽ വന്നതോടുകൂടി ആ ഒരു സിനിമ സ്റ്റൈൽ പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. പല പ്രഖ്യാപനങ്ങളും അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ച തരത്തിൽ തന്നെ അത് നടപ്പിലാക്കുന്നതാകുന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോഴദ്ദേഹം ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്നിരിക്കുന്നത് സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, അതിനടുത്ത് 500 മീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന 717 സർക്കാർ ഉടമസ്ഥതയിലുള്ള മദ്യശാലകൾ മാറ്റുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം വിജയ് മുന്നോട്ട് വച്ചിട്ടുള്ളത് തമിഴക വെട്രിക്കഴകത്തിലെ പ്രവർത്തകർ ബാനറുകൾ, പോസ്റ്ററുകൾ ഇതൊക്കെ പൊതുസ്ഥലത്ത് സ്ഥാപിക്കുന്നതിന് വിലക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ ഈ പ്രത്യേകിച്ച് ജന്മദിനം അല്ലെങ്കിൽ കുടുംബ പരിപാടികൾ പോലുള്ള അവസരങ്ങളിലൊക്കെ പൊതുജനങ്ങൾക്കും ഗതാഗതത്തിനും തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ സ്ഥാപിക്കുന്ന എല്ലാ പോസ്റ്ററുകളും നീക്കം ചെയ്യണം എന്നാണ് വിജയ് ആവശ്യപ്പെടുന്നത്. തമിഴക വെട്രിക്കഴകം ഇത് സംബന്ധിച്ചൊരു എക്സിൽ ഒരു കുറിപ്പും വയ്ക്കുന്നു. അത് പറയുന്നത് ഇങ്ങനെയാണ്: പാർട്ടി സ്ഥാപിതമായത് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ വിജയ് എത്തിയ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ആ കാര്യങ്ങൾ ഓർക്കണം. ജനങ്ങളുടെ ഏകകണ്ഠമായ വിശ്വാസമാണ് വിജയ്ക്ക് കിട്ടിയത്. അത് വലിയ ഒരു ഉത്തരവാദിത്വമാണ് എന്ന പാർട്ടി എക്സിൽ കുറിക്കുകയാണ്. അപ്പോൾ ബാനറുകൾ, ആഘോഷങ്ങൾ, മറ്റെന്തെങ്കിലും വഴി പൊതുജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണമെന്നും ആ രീതിയിൽ പെരുമാറണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇത് പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്നും ഈ കുറിപ്പ് വ്യക്തമാക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് പറഞ്ഞ കാര്യങ്ങളിൽ പലതും ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നൊരു സാഹചര്യം നമുക്കവിടെ കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കും തമിഴ്നാട്ടിൽ ഇപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങളും അതുപോലെ ചർച്ചാ വിഷയങ്ങളും ഒക്കെയുണ്ട്. വിജയ് അവിടെ താരമാകുമ്പോൾ വിജയ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് ചടങ്ങിൽ അധികാരമേറ്റ ഘട്ടത്തിൽ തൃഷ പങ്കെടുത്തത് ഇപ്പോഴും അവിടെ മാധ്യമങ്ങളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ ചർച്ചാ വിഷയമായി തുടരുകയാണ്. തൃഷ എല്ലാവരുടെയും ശ്രദ്ധ അവിടെ പിടിച്ചുപറ്റുകയൊക്കെ ചെയ്തിരുന്നു. വിജയുമായുള്ള ഒരു സൗഹൃദത്തെ സംബന്ധിച്ചാണ് ആ ചർച്ച ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞ ദിവസം തൃഷ തന്നെ ലവ് ഈസ് ലൗഡർ എന്ന് ഒരു പ്രഖ്യാപനം ഇൻസ്റ്റയിൽ കുറിച്ചിരുന്നു. അതോടുകൂടി കൂടുതൽ ആ വിഷയം ചർച്ചയാവുകയാണ്. ഏതായാലും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ തൃഷ ഒരു ഇളം നീല കളർ സാരി ഉടുത്തതും സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒക്കെ എത്തിയതും ഒക്കെ വലിയ തോതിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു പുതിയ ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത് തൃഷ നടി ഐശ്വര്യ റായെ അനുകരിക്കുകയായിരുന്നു എന്ന് ചിലരൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു. ഐശ്വര്യ റായുടെ അതേ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് തൃഷ ധരിച്ചത് എന്ന അല്ലെങ്കിൽ ഐശ്വര്യ റായ് ഉപയോഗിച്ചിരുന്ന അതേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഐശ്വര്യ റായെ കോപ്പിയടിക്കുകയാണ് തൃഷ ചെയ്തത് എന്ന് ഉള്ള തരത്തിലുള്ള ചർച്ചകൾ തമിഴ്നാട്ടിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരെയും താരതമ്യം ചെയ്യുന്നത് ഇപ്പോൾ ആ പഴയ മണിരത്നം ചിത്രത്തിലെ കാര്യം ഓർത്തുകൊണ്ടാണ്. പൊന്നിയിൻ സെൽവൻ ഒരു റെഫറൻസായി ആരാധകർ ഉയർത്തി കാണിക്കുന്നു. അവിടെ നന്ദിനിയെ കുന്തവൈ കോപ്പിയടിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത്. അപ്പോൾ ചിത്രത്തിൽ ഐശ്വര്യ റായ് നന്ദിനിയായി വന്നത് നമ്മൾ കണ്ടു. ഒപ്പം തൃഷ കൃഷ്ണ അവിടെ കുന്തവയായി വേഷമിടുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള ഒരു ബലാബലം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് യഥാർത്ഥ ജീവിതത്തിലും ഉണ്ടാകുന്നു എന്നതാണ് വരുന്നത്. അതേസമയം ഈ മോഹൻലാൽ പ്രകാശ് രാജ് ചിത്രം ഇരുവരിലെ ഐശ്വര്യ റായിയാണ് തൃഷ കോപ്പിയടിച്ചത് എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അപ്പോൾ അവിടെ ഈ ചിത്രത്തിൻ്റെ ചർച്ച വലിയ തോതിൽ മുറുകുകയാണ്. നേരത്തെ MGRൻ്റെ ജീവിതകഥയിൽ ഇരുവർക്ക് സാമ്യമുണ്ട്. അവിടെ ഇതുപോലെ സമാനമായ ഐശ്വര്യ റായ് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെയും അത് കോപ്പിയടിക്കുകയാണ് എന്ന് പറയുന്നവർ ഉണ്ട്. ഏതായാലും ആ തൃഷ എന്തുകൊണ്ടങ്ങനെ കോപ്പിയടിച്ചു എന്ന ഒരു ചർച്ച വലിയ തോതിലാകുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്നത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ്. 2018 അടൽ ബിഹാരി വാജ്പേയി സ്വർഗസ്ഥനാകുന്നത്. 2018 ഓഗസ്റ്റ് 16 അദ്ദേഹം മരിക്കുന്നത്. സ്വാഭാവികമായും അടൽ ബിഹാരി വാജ്പേയിയെ സ്നേഹിച്ച എല്ലാവർക്കും അതൊരു വലിയ ദുഃഖവാർത്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ഐശ്വര്യ റായ് ചില ചിത്രങ്ങൾ പങ്കുവച്ചു. അത് ഇൻസ്റ്റാഗ്രാമിലാണ് പങ്കുവച്ചത്. അപ്പോൾ 2000 അന്ന് ഐശ്വര്യ റായ് അടൽ ബിഹാരി വാജ്പേയിയെ കാണാൻ പോയപ്പോൾ ധരിച്ച അതേ സാരി തന്നെയാണ് തൃഷ ഇപ്പോൾ ഈ പരിപാടിയിൽ ധരിച്ചത് എന്നാണ് ആരാധകരുടെയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ച. അപ്പോൾ 2000 പ്രധാനമന്ത്രി
ആയ അടൽ ബിഹാരി വാജ്പേയിയെ കാണാൻ ഐശ്വര്യ റായ് ബച്ചൻ എത്തുന്നത്. അന്ന് നിരവധി ചിത്രങ്ങൾ അവർ പകർത്തിയിരുന്നു. നടി ശ്രീദേവിയെ നമുക്ക് ആ ചിത്രങ്ങളിൽ കാണാം. ശ്രീദേവിക്കൊപ്പമാണ് ഐശ്വര്യ റായ് അന്ന് അടൽ ബിഹാരി വാജ്പേയിയെ കണ്ടത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2024 ഫെബ്രുവരിയിലാണ് ശ്രീദേവി മരിക്കുന്നത്, അങ്ങനെ അന്തരിക്കുന്നത്. അപ്പോൾ ആ രണ്ടു പേർക്കുള്ള ആദരവ് എന്ന തരത്തിൽ ഐശ്വര്യ റായ് ഫോട്ടോകൾക്കൊപ്പം ആദരവ്, ഇവർ രണ്ട് സമാധാനത്തോടെ വിശ്രമിക്കുക, റെസ്റ്റ് ഇൻ പീസ് എന്ന തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തുന്നു. ലളിതവും ഹൃദയസ്പർശിയുമായ ഒരു ആദരാഞ്ജലിയായിരുന്നു അന്നത്തെ ഐശ്വര്യ റായിയുടെ ആ പോസ്റ്റ്. അപ്പോൾ 2018 ഐശ്വര്യ റായ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. അപ്പോൾ ആദ്യ മാസങ്ങളിൽ തന്നെ സജീവമാകുന്നു. തൻ്റെ ഫോളോവേഴ്സിനും ആരാധകർക്കും വേണ്ടി നിരവധി ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിനൊപ്പമാണ് അടൽ ബിഹാരി വാജ്പേയിയെ കാണാൻ പോയ ആ മനോഹരമായ നിമിഷം കൂടി വയ്ക്കുന്നത്. പക്ഷേ ആ ഫോട്ടോയിലെ സാരിയാണ് ഇപ്പോൾ തൃഷ ധരിച്ചത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്നത് വലിയ തോതിൽ ചർച്ചയാകുന്നു. ഏതായാലും പ്രേക്ഷകർക്ക് ഇത് തമ്മിൽ കാണുമ്പോൾ ഈ സാരികൾക്കൊരു സാമ്യമുണ്ട് എന്ന് ചിലരൊക്കെ കണ്ടെത്തുന്നു. ചിലരാകട്ടെ ഈ സാരിയുടെയും ബ്ലൗസിൻ്റെയും ഒക്കെ നിറം എങ്ങനെയെന്നത് വിദഗ്ധമായി നിരീക്ഷിച്ച് ഇതിലൊക്കെ സാമ്യമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഏതായാലും ഇത് കണ്ടെത്തിയവരെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ തൃഷയും ഐശ്വര്യ റായും ഒക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചർച്ചയാകുമ്പോൾ മറ്റൊരു പ്രധാന വ്യക്തി കൂടി തമിഴ്നാട്ടിൽ ചർച്ചയാകുന്നത് വിജയുടെ ജ്യോത്സ്യനാണ്. വിജയുടെ ജ്യോത്സ്യനെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന തരത്തിൽ തമിഴ്നാട് സർക്കാർ നിയമിച്ചിരിക്കുകയാണ്. വിജയുടെ ജ്യോത്സ്യനായ രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെയാണ് ഇങ്ങനെ പാർട്ടി തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ ആത്മീയ ഉപദേഷ്ടാവാണ് ഈ രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ വിജയുടെ വിജയം രാധൻ പണ്ഡിറ്റ് മുൻകൂട്ടി കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. വിജയ് മാത്രമല്ല, ജയലളിത ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ, രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലുള്ളവരൊക്കെ വെട്രിവേലിനെ കാണാൻ എത്തിയിരുന്നു, അല്ലെങ്കിൽ വെട്രിവേലിനെ വിളിച്ചു വരുത്തി അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു എന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ TVK വിജയിച്ചപ്പോൾ വിജയുടെ വിജയത്തിനെ അഭിനന്ദിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിലും ഈ വെട്രിവേൽ ഉൾപ്പെട്ടിരുന്നു എന്ന് നമ്മൾ ഓർക്കുകയാണ്. 4 പതിറ്റാണ്ടായി ജ്യോതിഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ വെട്രിവേൽ നിരവധി രാഷ്ട്രീയ പ്രമുഖരുടെ ഭാവി പ്രവചിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം രാധൻ പണ്ഡിറ്റ് മുൻകൂട്ടി കണ്ടിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ മുൻ മുഖ്യമന്ത്രി ജയലളിത പലപ്പോഴും രാധൻ പണ്ഡിറ്റ് വെട്രിവേലുമായി കൂടിയാലോചിച്ച ശേഷമാണ് പല പ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്നത് എന്ന് തമിഴക രാഷ്ട്രീയത്തെ അടുത്തു നിന്ന് നിരീക്ഷിച്ച പലരും ഇപ്പോൾ അഭിപ്രായപ്പെടുകയാണ്. ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് ഇദ്ദേഹം ജ്യോതിഷ ഉപദേശങ്ങളൊക്കെ ഈ രാധൻ പണ്ഡിറ്റ് നൽകുന്നുണ്ട്. അപ്പോൾ വിജയ് വിജയിക്കുമെന്ന് വെട്രിവേൽ പ്രവചിച്ചതോടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവചനത്തോട് ഒരുപക്ഷെ അടുത്തെത്താൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ആക്സിസ് മൈ ഇന്ത്യ ആയിരുന്നു. ആക്സിസ് മൈ ഇന്ത്യ ഇതുപോലെ എക്സിറ്റ് പോളുകൾ നടത്തിയപ്പോൾ അവിടുത്തെ ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്തയും സംഘവും കണ്ടെത്തിയത് വിജയിക്കും ഇതുപോലെ 108 മുതൽ 120 സീറ്റ് വരെ കിട്ടുമെന്നാണ്. ഏതായാലും ജ്യോത്സ്യൻ പ്രവചിച്ച പോലെ തന്നെ പ്രവചിച്ചതുപോലെ മറ്റൊരു പ്രവചനം എക്സിറ്റ് പോളിലൂടെ നടത്തിയ ആക്സിസ് മൈ ഇന്ത്യക്ക് ഏതാണ്ട് വിജയ്ക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം 108ഉം 120ഉമാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇപ്പോൾ 108 സീറ്റ് കിട്ടിയ വിജയ് ഇപ്പോൾ 120 സീറ്റുകളുടെ പിന്തുണയിൽ വരുന്നു എന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം ഇപ്പോൾ ശരിയാകുന്നു എന്ന് വേണം കണക്കുകൾ നോക്കുമ്പോൾ കാണാൻ. ഏതായാലും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TVKയുടെ പ്രകടനം അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. 234 സീറ്റുകളിൽ 108 നേടുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് VCK ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയോടുകൂടി അത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ നേട്ടമായി തന്നെ പലരും ഉയർത്തി കാണിക്കുകയാണ്. ഏതായാലും ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് തുടങ്ങി വരാം. ആസാമിലെ ചില വിശേഷങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്.
സിനിമാ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ജോസഫ് വിജയ് ക്യാമറയുടെയും ആർപ്പ് വിളിക്കുന്ന ആരാധകരുടെയും ലോകത്തു നിന്നും തമിഴ്നാടിന്റെ ഭരണസിരാ കേന്ദ്രമായ സെന്റ് ജോർജ് ഫോർട്ടിലേക്ക് നടന്നു കയറുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു അധ്യായമാണ്. ഇലക്ഷൻ ചാനൽ തുടരുകയാണ്. അസമിൽ മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായി രണ്ടാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തു. ഇത് മൂന്നാം തവണയാണ് തുടർച്ചയായി അസമിൽ ഒരു BJP നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത്. ഗുവാഹത്തിയിലെ ഖനാപുര പ്രദേശത്തെ വെറ്റിനറി ഗ്രൗണ്ടിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ശർമ്മയ്ക്ക് സത്യവാചകം മുഖ്യമന്ത്രിക്ക് ചൊല്ലിക്കൊടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊപ്പം കേന്ദ്രമന്ത്രിമാർ ഒക്കെ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങി സർബാനന്ദ സോണോവാൾ തുടങ്ങിയ നേതാക്കൾ ഒക്കെ BJP ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിലെ വിജയം ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടു. മുൻ മുഖ്യമന്ത്രിമാർ, അതുപോലെ ഉപമുഖ്യമന്ത്രിമാർ, പല സംസ്ഥാനങ്ങളിലെയും ഉപമുഖ്യമന്ത്രിമാർ, BJPയുടെ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങിയ നിരവധി ആളുകൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയെന്നതും ആ ചടങ്ങ് പ്രൗഢഗംഭീരമായിരുന്നു എന്നതും അസാമിലെ BJPയുടെ വിജയം അത് വീണ്ടും അവർക്ക് അവിടെ പ്രകടമാക്കാൻ കഴിഞ്ഞു എന്നതുമൊക്കെ ശ്രദ്ധേയമായി. അസാമിലെ മൂന്നാമത്തെ NDA സർക്കാരിന് അങ്ങനെ തുടക്കമായിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഒരുപക്ഷെ ഈ രണ്ടാമത് തുടർച്ചയായി സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന ആൾ എന്ന നിലയിൽ ഹിമന്ത ബിശ്വ ഈ നേട്ടം കൈവരിക്കുന്നു. ഇത് കോൺഗ്രസിൽ നിന്ന് മാറിയാൽ കോൺഗ്രസ് ഇതര നേതാവായ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് മാത്രമേ ഈ നേട്ടം അവകാശപ്പെടാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കൊപ്പം BJPയിൽ നിന്നുള്ള മറ്റ് 2 MLA-മാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അതുകൂടാതെ സഖ്യകക്ഷികളിൽ നിന്ന് 2 MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. അസം ഗണപരിഷത്തിലെ അതായത് AGPയിലെ ഒരു MLA-യും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിലെ ഒരു MLA-യുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് 2 പാർട്ടികളിൽ നിന്നും ഓരോ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. അതിൽ BJP MLA-മാർ രാമേശ്വർ തൊലി അതുപോലെ അജന്ത നിയോഗ് എന്ന 2 പേരായിരുന്നു. അതേസമയം AGPയിൽ നിന്ന് അതുൽ ബോറയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ബോർഡർ BPF-ൽ നിന്ന് ചരൺ ബോറയാണ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ അവരിൽ 4 പേർ ഇന്ന് മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മുൻ മന്ത്രിയും മുതിർന്ന BJP നേതാവുമായ രജിത് കുമാർ ദാസ് സംസ്ഥാന നിയമസഭാ സ്പീക്കറാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അദ്ദേഹം NDAയുടെ അതിനുള്ള സ്ഥാനാർത്ഥിയാകും. സത്യപ്രതിജ്ഞ ചടങ്ങിന് തൊട്ടു പിന്നാലെ പുതിയ സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗം നടന്നു. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രതിജ്ഞകളും വികസന അജണ്ടകളും നടപ്പിലാക്കും തൻ്റെ ഭരണകാലത്ത് എന്നാണ് ഇപ്പോൾ ഹിമന്ത പറയുന്നത്. BJP, AGP അതുപോലെ BPF എന്നിവ ഉൾപ്പെടുന്ന NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ ഭൂരിപക്ഷമാണ് നേടിയത്. 126 അംഗസഭയിൽ റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറയാവുന്ന 102 സീറ്റുകൾ നേടിയാണ് അവർ അധികാരത്തിലെത്തുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് തന്നെ 82 സീറ്റുകൾ നേടി. സംസ്ഥാനത്ത് അവിടുത്തെ ആദ്യത്തെ ഏറ്റവും വലിയൊരു ഒറ്റക്കക്ഷി ആദ്യമായി ഭൂരിപക്ഷം നേടുന്നു എന്ന തരത്തിലുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കി. AGPയും അതുപോലെ BPF-ഉം 10 സീറ്റുകൾ വീതം നേടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയ പാത നയിക്കാൻ കഴിവുള്ളൊരു നേതാവായി ഉയർന്നു വരികയാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ തന്ത്രജ്ഞരിൽ ഒരാളായി മാറുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് എത്തിയ ഒരു രാഷ്ട്രീയ യാത്ര ഇന്ന് ജനം ഓർത്തെടുക്കുകയാണ്. അസമിൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ കഥ തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കാണ്. അന്ന് അസമിൻ്റെ 15ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുന്ന അദ്ദേഹം നേരത്തെ കോൺഗ്രസിൽ നിന്നാണ് വന്നത്. 1969 ഫെബ്രുവരി 1 അസമിലെ ജോർഹട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് കുടുംബം ഗുവാഹത്തിയിലേക്ക് താമസം മാറ്റുന്നു. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ നേതൃത്വ രംഗത്ത് അദ്ദേഹം സജീവമാകുന്നു. ഗുവാഹത്തിയിലെ കൺട്രോൺ കോളേജിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസം. അവിടെ നിന്ന് വിദ്യാർത്ഥി യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായി 3 തവണയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം വരുന്നതിനോടൊപ്പം തന്നെ ബിരുദാനന്തര ബിരുദം അവിടെ നിന്ന് നേടുന്നു. നിയമപഠനം പൂർത്തിയാക്കുന്നു. അഭിഭാഷകനാകുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥി നേതാവിനോടൊപ്പം തന്നെ തൻ്റെ പഠന രംഗത്തും അദ്ദേഹം മികവ് തെളിയിക്കുന്നു. 96 മുതൽ 2001 വരെ ഗുവാഹത്തി ഹൈക്കോടതിയിൽ അഭിഭാഷകനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.
പിന്നീട് അദ്ദേഹം ഒരു പലതരത്തിലുള്ള സാമൂഹിക ശാസ്ത്ര ഗവേഷണ രംഗത്തേക്ക് കടക്കുന്നു. വടക്ക് കിഴക്കൻ കൗൺസിലിൻ്റെ ഘടനയും പ്രവർത്തനവും സംബന്ധിച്ച വിഷയത്തിൽ അദ്ദേഹത്തിന് PhD ലഭിക്കുന്നു. 2021 ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യമായി നിയമസഭയിലെത്തുന്നത്. ജാലുക് ബാരി മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് ജയിക്കുന്നത്. അതിനുശേഷമാണ് തുടർച്ചയായ 6 തവണ അതേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ഭരണകാലത്ത് ആരോഗ്യം, വിദ്യാഭ്യാസം, ധനം തുടങ്ങിയ പദ്ധതികൾ രൂപീകരണം നടത്തുന്നതിൽ അതുപോലുള്ള നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയായിരിക്കും അസമിൽ 3 മെഡിക്കൽ കോളേജുകൾ അദ്ദേഹം സ്ഥാപിച്ചത് ശ്രദ്ധേയമായിരുന്നു. കൂടുതൽ മെഡിക്കൽ കോളേജുകൾക്കുള്ള പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിട്ടു. വിദ്യാഭ്യാസ മേഖലയിലും ഭരണപരമായ ഇടപെടലുകൾ അദ്ദേഹം നടത്തി. എന്നാൽ പിന്നീട് കോൺഗ്രസ് നേതൃത്വവുമായി അദ്ദേഹം അഭിപ്രായ ഭിന്നതകൾ അദ്ദേഹത്തിന് രൂക്ഷമായി. അങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുമായുള്ള രാഷ്ട്രീയ സംഘർഷം ആ സംസ്ഥാനത്തിൻ്റെ ഭാവിയെ മാറ്റിമറിക്കുന്നു. 2015 ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് വിട്ട് BJPയിലെത്തുന്നു. അമിത്ഷായുടെ സാന്നിധ്യത്തിലായിരുന്നു BJP പ്രവേശനം. ആ തീരുമാനം വടക്ക് കിഴക്കൻ രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവായി. BJPയുടെ നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസിലെ പ്രധാന തന്ത്രജ്ഞനായി അദ്ദേഹം മാറി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ BJPയുടെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന മുഖമായി ഹിമന്ത ബിശ്വ ഉയർന്നു. 2016 അസമിലെ ആദ്യ BJP സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ധനം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ നിർണായക വകുപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഭരണപരമായ നിലപാടുകൾ, വേഗത്തിലുള്ള തീരുമാനം ദേശീയ തലത്തിൽ അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. 2021 അസമിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ഹിമന്ത ബിശ്വ BJPയുടെ ഏറ്റവും ശക്തനായ പ്രാദേശിക നേതാവ് എന്ന പേരുകൂടി അദ്ദേഹം അവിടെ അദ്ദേഹം ഏറ്റെടുത്തു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വലിയ തോതിൽ അവിടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ഒക്കെ ചെയ്തു. ക്രിക്കറ്റിൻ്റെ, ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ ഒക്കെ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും ഓർക്കുന്നു. ഇന്ന് അസമിലെ BJPയുടെ മുഖം ഹിമന്ത ബിശ്വ ശർമ്മയാണ്. സംഘടനാ മികവ്, കൃത്യമായ രാഷ്ട്രീയം, അതിവേഗ തീരുമാനങ്ങൾ, ഇതെല്ലാം ചേർന്നൊരു പുതിയ ശൈലി അവിടെ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. രാഷ്ട്രീയത്തിൽ സ്വയം അടയാളപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മയുടെ വിജയത്തോടൊപ്പം കേരളവും കാത്തിരിക്കുന്നത് അതിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെയാണ്. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത ഹിമന്ത ശർമ്മയുടെ മന്ത്രിസഭയിലെ ഗോത്ര നേതാവ് ഉണ്ട്. ഗോത്ര നേതാവിനെ കൂടി നമുക്കറിയണം. രാമേശ്വർ തേലിയാണ് ഗോത്ര നേതാവായി അവിടെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഈ നമ്മുടെ ട്രൈബൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നതാണ്. തേയില തോട്ടങ്ങളിൽ സേവനമനുഷ്ഠിക്കാനെത്തിയ ഗോത്ര വിഭാഗത്തിൽ നിന്നാണ് രാമേശ്വർ തേലി സംസ്ഥാന മന്ത്രിസഭയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. വിദ്യാർത്ഥി കാലം മുതൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. 2001 ദുലിയൻ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തുന്നു. പിന്നീട് 2006 അവിടുന്ന് തന്നെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് 2014 അദ്ദേഹം ദിബ്രുഗഡ് ലോക്സഭാ സീറ്റിൽ നിന്ന് വിജയിക്കുന്നു. അങ്ങനെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ സേവനമനുഷ്ഠിച്ച രാമേശ്വർ തോലിയാണ് ഇന്ന് അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത മറ്റൊരു പ്രമുഖൻ. അതുപോലെ ഗോലഘട്ടിൽ നിന്ന് 6 തവണ MLA ആയ അജന്ത നിയോഗാണ് മറ്റൊരു മന്ത്രി. അവർ 2001 മുതൽ തുടർച്ചയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വനിതാ നിയമസഭ അംഗമായി സേവനമനുഷ്ഠിച്ചു എന്ന ഒരു ഖ്യാതി അവർക്കുണ്ട്. 2021 മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത അജന്ത നിയോഗ് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ ധനകാര്യ മന്ത്രിയായി. മുമ്പ് തരുൺ ഗൊഗോയ് നയിക്കുന്ന സർക്കാരുകളിലും മന്ത്രിയായിരുന്ന അവർ പിന്നീട് BJPയിലേക്ക് ചേരുകയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് നിലനിർത്തുന്നു. അങ്ങനെ ഒരു വിജയമാകുന്നു. ഏതായാലും അവരുടെ ഭർത്താവ് നാഗൻ നിയോഗ് 1996 ഒരു തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. ഏതായാലും സമയം അവസാനിക്കുകയാണ്. പക്ഷേ നാളെ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുടെ ഒരു വിശദാംശങ്ങളുമായി വീണ്ടും കാണാം. ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ സമാപിക്കുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.